നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഓർമ്മച്ചുരുളിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മാഷിൻ്റെ മകൾ. വഴുതക്കാട് വീട്ടിൽ ഏകദേശം 1 വർഷം മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അമ്മച്ചിയുടെ കുടുംബ വീടിനോട് ചേർന്നുള്ള പേരൂർക്കട എന്ന സ്ഥലത്ത് സ്വന്തമായി വീട് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് താമസമാക്കി. അങ്ങനെ പേരൂർക്കട കൺകോഡിയ സ്കൂളിൽ എന്നെ ചേർത്തു. അവിടെയും എന്നെ സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് എൻ്റെ ഒരു കസിൻ രമണിമാമ എന്ന് വിളിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. ഞങ്ങൾ മെയിൻ റോഡ് ഒഴിവാക്കി ഇടവഴികളിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വഴിയിലുള്ള ഞാവൽപ്പഴങ്ങൾ പെറുക്കി തിന്നുകൊണ്ട് പോവുക പതിവാണ്. കൈയും നാവും ഉടുപ്പും എല്ലാം വയലറ്റ് കളറാകും. എങ്കിലും അതൊരു പതിവാക്കിയിരുന്നു. പോകുന്ന വഴിയിൽ എൻ്റെ അമ്മച്ചിയുടെ ഒരകന്ന ബന്ധുവിൻ്റെ വീടിന് മുന്നിൽ കൂടിയാണ് പോകേണ്ടിയിരുന്നത്. ഡ്രോയിങ് മാഷിൻ്റെ വീടെന്നാണ് ചേച്ചി പറയുന്നത്. ആ വീടിൻ്റെ റോഡിനോട് ചേർന്നുള്ള മുറിയുടെ ജനലിൽ പിടിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കും. ആ വീടിനടുത്ത് എത്തുമ്പോൾ അവരുടെ പേടിപ്പെടുത്തുന്ന നോട്ടം എന്നിൽ ഉൾക്കിടിലമുണ്ടാക്കും. അങ്ങോട്ട് നോക്കാൻ പോലും ധൈര്യമില്ലാതെ ധൃതിയിൽ ഞാൻ മുന്നോട്ട് നടക്കും. ഇടയ്ക്ക് അവർ ഞങ്ങളെ നോക്കി ശബ്ദങ്ങൾ ഉണ്ടാക്കും. അവരുടെ മകളും ശാന്തമ്മ എന്നാണ് പേര്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അത് മാഷിൻ്റെ ഈ മകളുടെ മകളാണ്. മാഷിൻ്റെ മകളെ കുട്ടിക്കാലത്ത് എപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്ന മാഷിൻ്റെ ഒരു സുഹൃത്ത് പിഴപ്പിച്ചു. മകൾ ഗർഭിണിയായ വിവരം അറിഞ്ഞ് ദുഃഖത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന അവരുടെ അമ്മ മരിച്ചു. പിഴപ്പിച്ചയാൾ ആ നാടും വിട്ടുപോയി. പിന്നെ ആ കുട്ടിക്ക് ആശ്രയം മാഷ് മാത്രമായി. കുഞ്ഞിനെ പ്രസവിച്ചതോടെ അവർക്ക് ഭ്രാന്ത് പിടിച്ചു പോലും. ഈ കഥ അറിഞ്ഞതോടെ എനിക്ക് ശാന്തമ്മയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സഹതാപവും സ്നേഹവുമായിരുന്നു. ഇന്ന് ആ കുട്ടി എവിടെയാണോ ആവോ. ഒരു നൊമ്പരമായി ഇന്നും അവർ എൻ്റെ മനസ്സിലുണ്ട്. കോട്ടയത്തെ അമ്മച്ചി. ഞങ്ങൾ പേരൂർക്കടയിൽ താമസം തുടങ്ങിയപ്പോൾ ഓമച്ചി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഓമന ചേച്ചി വീട്ടിൽ സ്ഥിരം സഹായത്തിനുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങളുടെ ഈ കോട്ടയത്തെ അമ്മച്ചി വിളി കളിയാക്കി ഞങ്ങളെ കൊണ്ട് നിർത്തിച്ചത് ഓമച്ചിയാണ്. ഞങ്ങളെ കളിയാക്കാൻ കൂട്ടത്തിൽ ഞങ്ങളുടെ കസിൻസും കൂടിയപ്പോൾ പിന്നെ ഒരു ഗതിയുമില്ലാതായി. അങ്ങനെ ഞങ്ങൾ പാടുപെട്ട് ആ വിളി നിർത്തി. അമ്മച്ചി എന്ന് മാത്രമാക്കി. ഇന്നും വയസ്സുകാലത്ത് ഓമച്ചിയെ വിളിക്കുമ്പോൾ അവർ ഇത് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കും. സ്ത്രീ കാറോടിക്കുന്ന അത്ഭുത കാഴ്ച. വീട്ടിൽ ഏത് കാര്യങ്ങളും എൻ്റെ മാതാപിതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ കുട്ടികൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ലാൻഡ് ഫോൺ വീടുകളിൽ ഇല്ലാതിരുന്ന സമയത്തും ഞങ്ങളുടെ വീട്ടിൽ ഫോണുണ്ട്. അതുകൊണ്ട് വീടിനടുത്തും ദൂരത്തും ഉള്ളവരൊക്കെ ഫോൺ വിളിക്കാനും ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാനും ഒക്കെ വരുന്നത് പതിവാക്കിയിരുന്നു. അതുപോലെ ഫ്രിഡ്ജ്, ഗ്യാസ് എന്ന് വേണ്ട എല്ലാ ആധുനിക ഉപകരണങ്ങളും വാങ്ങാൻ രണ്ടുപേരും ആലോചിച്ച് തീരുമാനിക്കും. അമ്മച്ചിക്ക് NCC ഡയറക്ടറേറ്റിൽ ജോലിയായിരുന്നതുകൊണ്ട് ക്യാൻറ്റീൻ വഴി എല്ലാ മാസവും സാധാരണ എല്ലാവർക്കും കിട്ടാത്ത നല്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങുകയും അതൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങളായിരുന്നു. അങ്ങനെ വീട്ടിൽ കാർ വാങ്ങാൻ തീരുമാനിച്ചു. ഒരു ദിവസം ലെമണല്ലോ നിറത്തിലുള്ള KRT 979 എന്ന പുതുപുത്തൻ പ്രീമിയർ പത്മിനി കാർ ഞങ്ങളുടെ വീട്ടിലെത്തി. ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. തുടർന്ന് അമ്മച്ചിയും ബാബുവും ഡ്രൈവിംഗ് പഠിച്ചു. അമ്മച്ചിയെ പഠിപ്പിക്കുന്നതിനായി ബാബു ശംഖുമുഖം ബീച്ചിൽ പോകുമ്പോൾ ഞങ്ങളെയും കാറിൽ കൊണ്ടുപോകുമായിരുന്നു. ആ നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. ബാബുവിൻ്റെ കൊല്ലം ജില്ലയിലെ കിഴക്കേക്കല്ലട എന്ന ഉൾഗ്രാമത്തിലുള്ള വീട്ടിൽ അവിടുത്തെ വല്യമ്മച്ചിയെ കാണാൻ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ അമ്മച്ചി വണ്ടി ഓടിക്കുക പതിവായിരുന്നു. വഴിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ ദാ പെണ്ണ് കാർ ഓടിക്കുന്നേ എന്ന് കൂകി വിളിച്ച് പറഞ്ഞ ആളുകൾ ഓടിക്കൂടുന്ന കാഴ്ച ഇപ്പോൾ തമാശയോടെയാണ് ഞാൻ ഓർക്കുന്നത്. മാത്രമല്ല ബാബു ട്രാൻസ്ഫറായി വീട്ടിലില്ലാത്തപ്പോഴും ഒക്കെ വളരെ കാര്യക്ഷമമായി വീട് നടത്തിയിരുന്നതും ഞങ്ങളുടെ അമ്മച്ചിയായിരുന്നു. ഞങ്ങൾ കുട്ടികളെ ഓരോരുത്തരെയായി വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലും വിമൻസ് കോളേജിലും മോഡൽ ബോയ്സ് സ്കൂളിലും ഒക്കെ കൊണ്ടാക്കിയിട്ട് ടാഗോർ സെൻറ്റിനറി ഹാളിന് പുറകിലുള്ള NCC ഡയറക്ടറേറ്റ് ഓഫീസിൽ അമ്മച്ചി പോകുമായിരുന്നു. അന്നൊക്കെ അമ്മ കാറിൽ കൊണ്ടുവിടുന്ന കുട്ടികൾ എന്ന പേരിലും ഞങ്ങൾ അറിയപ്പെട്ടിരുന്നു. നിൻ്റെ അച്ഛൻ പോലീസാണെങ്കിൽ എൻ്റെ അച്ഛൻ പട്ടാളം. ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിൽ മുതിർന്ന ക്ലാസ്സിലും എൻ്റെ അനുജത്തി ചെറിയ ക്ലാസ്സിലും പഠിക്കുന്ന കാലം. ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ബ്രേക്ക് സമയം ഞാനും കൂട്ടുകാരും കൂടി അവളെ അന്വേഷിക്കാൻ പോകുക പതിവാണ്. ചേച്ചി വരുന്നത് അവൾക്കും ഒരു അഭിമാനമാണ്. ഒരു ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ അവൾ ഊണ് കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു.
ചെന്നപാടെ ഞാൻ പേടിച്ചുപോയി. കാര്യം തിരക്കിയപ്പോൾ അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി അവളോട് വഴക്കിട്ടു. വീട്ടിൽ ചെന്ന് അവളുടെ പോലീസ് അച്ഛനെയും കൂട്ടി വന്ന് എൻ്റെ അനിയത്തിയെ അറസ്റ്റ് ചെയ്യുമെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് അനിയത്തി പേടിച്ച് കരയുകയാണ്. ഉടനെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആഹാ, നിൻ്റെ അച്ഛൻ പോലീസാണല്ലേ? സാരമില്ല, ഞങ്ങളുടെ അച്ഛൻ പട്ടാളമാണ്. നമുക്ക് നാളെ കാണാം. അനിയത്തിയെ ഞാൻ സമാധാനിപ്പിച്ചു. ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലും പോയി. വൈകിട്ടിൽ സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടി കരയാൻ തുടങ്ങി. എൻ്റെ അനിയത്തിയോട് വന്ന്, നിൻ്റെ പട്ടാളമച്ഛനോട് ഇതൊന്നും പറയല്ലേ, എൻ്റെ അച്ഛൻ പോലീസൊന്നുമല്ല, ആ വിവരം ചേച്ചിയോടും പറയണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. വീട്ടിൽ വന്ന് അവളിത് പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാവരും അന്ന് ഒത്തിരി പൊട്ടിച്ചിരിച്ചു. ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അതുവരെയും നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ.